എടോ ഇത് കാണുമ്പോൾ നമ്മൾ 90s കിഡ്സിന് ആദ്യം ഓർമ്മ വരുന്നത് നമ്മൾ പഠിച്ച സ്കൂളും അതിൻ്റെ അടുത്തുള്ള ആ കുഞ്ഞു കടകളല്ലേ. അതെ, ഞാനിന്ന് ഉണ്ടാക്കുന്നത് നമ്മളൊക്കെ ഒരു കാലത്ത് ഫേവറേറ്റ് ആയിട്ടുള്ള പാൽക്കോവ. എങ്ങനെയാണെന്നല്ലേ? അപ്പോൾ ആദ്യം തന്നെ അര കപ്പ് നെയ്യ് ഒഴിച്ചെടുക്കാം. അതിലേക്ക് ഒരു കപ്പ് മൈദയും കൂടെ ചേർത്തെടുത്തിട്ട് മൈദ കുക്കാവുന്ന വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. മൈദ കുക്കായി കഴിഞ്ഞാൽ ഇതിൻ്റെ ചൂടാറാൻ വേണ്ടിയിട്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പഞ്ചസാരയും ഒരു 3 ഏലക്കയും കൂടെ പൊടിച്ച് ചേർത്തെടുക്കുന്നുണ്ട്. ചെറിയ ചൂടുള്ള ടൈമിൽ തന്നെ കേട്ടോ ഇത് ചേർത്തെടുക്കുന്നത്. എന്നിട്ടൊന്ന് നല്ലോണം മിക്സ് ആക്കി എടുക്കാം. കുഴച്ച് ഇത് നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ ഇനി ഇത് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഞാൻ സ്ക്വയർ ഷേപ്പുള്ള ഒരു കേക്ക് ടിന്നിലാണ് കേട്ടോ ഇട്ടെടുക്കുന്നത്. ഇനി ഇത് ഞാൻ സ്പൂണ് വെച്ചിട്ട് ഒരു സ്ക്വയർ ഷേപ്പാക്കി എടുത്തിട്ട് ഒന്ന് മൊഞ്ചാക്കി എടുത്തതിന് ശേഷം ഇത് ഫ്രിഡ്ജിൽ വെച്ച് 1 മണിക്കൂർ സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് കേട്ടോ. സെറ്റായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഇത് പണ്ട് നമുക്ക് കടയിൽ നിന്ന് കിട്ടുക ചെറിയ ചെറിയ ക്യൂബായിട്ടല്ലേ, അതേപോലെയാണ് കേട്ടോ കട്ട് ചെയ്യുന്നത്. നല്ലോണം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാനും പറ്റും. അതേപോലെ തന്നെ ഇത് നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇതിന് ശേഷം ഇതേപോലുള്ള കുഞ്ഞു കുഞ്ഞു ക്യൂബായിട്ടുള്ള പാൽക്കോവ കട്ടകളാട്ടോ കിട്ടിയേ. ഇത് കാണുമ്പം ഇത് വാങ്ങാൻ പോയ കുറേ കടകളും അവിടുത്തെ നല്ല മനുഷ്യന്മാരും ഇങ്ങൾക്ക് ഓർമ്മയില്ലേ? എനിക്കിത് കാണുമ്പം ഞാൻ പഠിച്ച ഗേൾസ് സ്കൂളും അതിൻ്റെ അടുത്തുള്ള ബിജുവേട്ടനെയാണ് ഓർമ്മ വരുന്നത്. അതേപോലെയുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ.